വിവാഹം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ കുട്ടികൾ വൈകണ്ട. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്കുള്ള വീട്ടിലെ ഒരു മൂത്ത കാരണവരുടെ ഉപദേശമായിട്ടല്ലേ? ഉപദേശം തന്നെയാണ്, പക്ഷേ വീട്ടിലെ കാരണവരുടേതല്ല, ഒരു സംസ്ഥാനത്തിൻ്റെ തലവൻ്റേതാണ്. നേരത്തെ ആണെങ്കിൽ സമയമെടുത്ത് കുടുംബാസൂത്രണത്തെ പറ്റി ആലോചിക്കണം എന്നൊക്കെയായിരിക്കും ഞാൻ പറയുക. പക്ഷെ ഇപ്പോൾ അതല്ല അവസ്ഥ. ഈ വാക്കുകൾ കൂടി കേൾക്കുമ്പോൾ ഈ ഉപദേശത്തിനു പിന്നിൽ മറ്റെന്തോ ആശങ്ക കൂടി ഉണ്ടെന്നത് വ്യക്തമാകും. ശരിയാണ്, അത്തരമൊരു ആശങ്കയിൽ നിന്ന് തന്നെയാണ് ആ വാക്കുകൾ വന്നത്. പറഞ്ഞതാകട്ടെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഒരു കാലത്ത് കേന്ദ്ര സർക്കാർ ജനസംഖ്യാ നിയന്ത്രണത്തിന് ആഹ്വാനം ചെയ്തപ്പോൾ അത് ഏറ്റെടുത്ത് വിജയകരമായി നടപ്പാക്കിയ ആദ്യ സംസ്ഥാനമാണ് തങ്ങളുടേതെന്ന ഓർമ്മപ്പെടുത്തലും ഇതിനൊപ്പം സ്റ്റാലിനിൽ നിന്ന് ഉണ്ടായിരുന്നു. ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയ ആദ്യ സംസ്ഥാനമെന്ന് സ്വയം അഭിമാനം കൊള്ളുകയും എന്നാൽ ഇനി അത്തരമൊരു ജനകീയ ആസൂത്രണത്തിലേക്ക് കടന്നാൽ അത് സംസ്ഥാനത്തിന് അപകടമാകുമെന്നും എന്തുകൊണ്ടാണ് സ്റ്റാലിന് പറയേണ്ടി വന്നത്? 2025 മാർച്ച് 14 കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് MK സ്റ്റാലിന്റെ ഒരു ക്ഷണക്കത്ത് വന്നു. മണ്ഡല പുനർനിർണയം നടത്താനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ മാർച്ച് 22 ചെന്നൈയിൽ ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചായിരുന്നു അത്. കത്തിൽ പറഞ്ഞതുപോലെ മാർച്ച് 22 ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിനെതിരെ സംയുക്ത കർമ്മസമിതി അഥവാ JEC യോഗം ചെന്നൈയിലെ ITC ചോള ഹോട്ടലിൽ ചേർന്നു. 6 സംസ്ഥാനങ്ങളിൽ നിന്ന് 14 രാഷ്ട്രീയ നേതാക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ജനസംഖ്യാ അടിസ്ഥാനത്തിൽ കേന്ദ്രം നടത്താനൊരുങ്ങുന്ന ലോക്സഭാ മണ്ഡല പുനർനിർണയം സർവശക്തിയും എടുത്ത് തടയുക എന്നതായിരുന്നു ഈ യോഗത്തിന്റെ മുഖ്യ അജണ്ട. 2026 രാജ്യത്ത് അടുത്ത സെൻസസ് നടക്കാനിരിക്കെ അതിന്റെ തുടർച്ചയായി വരുന്ന മണ്ഡല പുനർനിർണയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഗുരുതരമായി ബാധിക്കുമെന്ന പ്രചരണങ്ങൾ കൊഴുക്കുന്നതിനിടെയാണ് അതിനെ പ്രതിരോധിക്കാൻ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഒരുപറ്റം നേതാക്കൾ ഒരുങ്ങിയിറങ്ങിയത്. എന്തുകൊണ്ടാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രം മണ്ഡല പുനർനിർണയത്തിനെതിരെ രംഗത്ത് വന്നത്? അവരെ മാത്രമാണോ പുനർനിർണയം ബാധിക്കുക? എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നത് ചർച്ചയിൽ പങ്കെടുത്ത നേതാക്കളെ കാണുമ്പോൾ മനസ്സിലാകും. പിണറായിക്കും കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കും BRS നേതാവ് KT രാമറാവുവിനുമൊപ്പം പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ നേരിട്ടും മുൻ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ഓൺലൈനായുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. BJPയുടെ സർവാധിപത്യത്തിന് വഴിയൊരുക്കുന്നതും പ്രാദേശിക പാർട്ടികളുടെ അടിത്തറ തോണ്ടുന്നതുമായ തീരുമാനമാണ് വരാനിരിക്കുന്നതെന്ന് ഒരുപറ്റം നേതാക്കൾ വാദിക്കുമ്പോൾ മണ്ഡല പുനർനിർണയം ഒരു സംസ്ഥാനത്തോടും അനീതി കാണിക്കുന്നില്ലെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് കേന്ദ്രമന്ത്രിമാരും BJP നേതാക്കളുമെല്ലാം പറയുന്നത്. മണ്ഡല പുനർനിർണയം വേണ്ട എന്നല്ല, പക്ഷേ നീതിയുക്തമായ മണ്ഡല പുനർനിർണയം അഥവാ ഫെയർ ഡീലിമിറ്റേഷനാണ് വേണ്ടതെന്നാണ് JEC യോഗത്തിൽ സ്റ്റാലിൻ ആവശ്യപ്പെട്ടത്. ജനസംഖ്യാടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം സാധ്യമായാൽ പാർലമെന്റിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയുമെന്നും പൊതു തിരഞ്ഞെടുപ്പിൽ BJP ഒഴികെ മറ്റു പാർട്ടികൾ അപ്രസക്തരാകുമെന്നും ഇവർ പറയുന്നു. എന്തുകൊണ്ടാണ് ഈ മണ്ഡല പുനർനിർണയം ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളെയും പ്രാദേശിക പാർട്ടികളെയും ആശങ്കയിലാക്കുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ തലയ്ക്കുമേൽ തൂങ്ങിക്കിടക്കുന്ന ഡെമോക്രസിന്റെ വാളാണോ ഈ മണ്ഡല പുനർനിർണയം? എന്തുകൊണ്ടാണ് 2026 സെൻസസിന് ശേഷം വരുന്ന മണ്ഡല പുനർനിർണയം ചില സംസ്ഥാനങ്ങൾ ആശങ്കയോടെ കാണുന്നത്? എന്താണ് ഈ ഫെയർ ഡീലിമിറ്റേഷൻ? ജനസംഖ്യാ നിയന്ത്രണം ഏറ്റെടുത്ത കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുകയാണോ ഈ നീക്കത്തിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്? മണ്ഡല പുനർനിർണയ തീരുമാനം മരവിപ്പിക്കുക എന്നത് മാത്രമാണോ ഇതിനുള്ള പരിഹാരം? ഓരോ സംസ്ഥാനത്തെയും ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണവും അതിരുകളും നിശ്ചയിക്കുന്ന പ്രക്രിയയാണ് മണ്ഡല പുനർനിർണയം. ഓരോ സെൻസസിന് ശേഷവും മണ്ഡല പുനർനിർണയം നടത്തണമെന്നും ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും സീറ്റുകളുടെ എണ്ണം അതനുസരിച്ച് പുനർനിർണയിക്കണമെന്നുമാണ് ഭരണഘടനയുടെ 82, 170 ക്ലോസ് 3 വകുപ്പുകൾ അനുശാസിക്കുന്നത്. സഭകളിലെ പട്ടികജാതി പട്ടികവർഗ വനിതാ സംവരണ സീറ്റുകളും ഇതുപ്രകാരമാകും നിശ്ചയിക്കുക. പാർലമെന്റ് നിയമപ്രകാരം നിലവിൽ വന്നിട്ടുള്ള മണ്ഡല പുനർനിർണയ കമ്മീഷനാണ് ഇതിന്റെ ചുമതല.
1951, 61, 71 സെൻസസുകൾക്ക് ശേഷമാണ് ഇതിനു മുൻപ് ഇന്ത്യയിൽ മണ്ഡല പുനർനിർണയം നടന്നത്. 1951, 52 ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കാനുള്ള ചുമതല അന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് ഏൽപ്പിച്ചത്. സംസ്ഥാനങ്ങൾക്കായി ആ സമയത്ത് പാർലമെന്ററി ഉപദേശക സമിതികൾ രൂപീകരിക്കുകയും ചെയ്തു. സ്പീക്കർ നാമനിർദ്ദേശം ചെയ്ത ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളായിരുന്നു ആ ഉപദേശക സമിതികളിൽ ഉണ്ടായിരുന്നത്. അവരുമായി കൂടി ആലോചിച്ചിട്ടാണ് മണ്ഡല പുനർനിർണയം സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുത്തത്. 1950 മാർച്ച് 1 അടിസ്ഥാനമാക്കി സെൻസസ് കമ്മീഷണർ നൽകിയ ജനസംഖ്യാ കണക്കനുസരിച്ചായിരുന്നു അതിർത്തി നിർണയം നടന്നത്. 1951, 52 ആദ്യ തിരഞ്ഞെടുപ്പിന് ശേഷം 1951 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു അതിർത്തി നിർണയവും നടത്തേണ്ടി വന്നു. ഇത്തവണ പക്ഷേ അത് ഏറ്റെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല. പകരം ഇതിനുവേണ്ടി പ്രത്യേക കമ്മീഷൻ രൂപീകരിക്കാനുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്തു. അങ്ങനെയാണ് 1952 പാർലമെന്റ് അതിർത്തി നിർണയ കമ്മീഷൻ നിയമം പാസ്സാകുന്നത്. അതിന്റെ ചുവടുപിടിച്ച് രൂപീകരിച്ച കമ്മീഷനായി പിന്നീട് അതിർത്തി നിർണയത്തിന്റെ ചുമതലകൾ. 1951 സെൻസസിന് പിന്നാലെ അന്നത്തെ 36 കോടി ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ 494 സീറ്റുകളാണ് ലോക്സഭയിൽ ഉണ്ടായത്. 1961 ജനസംഖ്യ 43.9 കോടിയായി. സീറ്റുകളുടെ എണ്ണം 522 ഉയർന്നു. 71 ജനസംഖ്യ പിന്നെയും ഉയർന്ന് 54.8 കോടിയായി. ലോക്സഭാ സീറ്റുകൾ അതിനനുസരിച്ച് ഉയർന്ന് 543 അതിർത്തി നിർണയ കമ്മീഷൻ 1976 പ്രവർത്തനം പൂർത്തിയാക്കി. ഭരണഘടനയുടെ 42ാം ഭേദഗതിയിലൂടെ അതിർത്തി നിർണയം 2001 വരെ താൽക്കാലികമായി മരവിപ്പിച്ചതോടെയാണ് കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചത്. പിന്നീട് ഇന്നേ വരെ ഒരു അതിർത്തി നിർണയമോ ലോക്സഭാ സീറ്റ് വർധനയോ ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് അതിർത്തി നിർണയം മരവിപ്പിച്ചത്? കയ്യും കണക്കുമില്ലാതെ ഇന്ത്യയിൽ ഉയരുന്ന ജനസംഖ്യ പിടിച്ചു നിർത്തുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഈ തീരുമാനം. ജനസംഖ്യ കൂടിയാൽ സീറ്റുകൾ കൂടില്ല എന്ന ബോധ്യമുണ്ടായാൽ ജനസംഖ്യാ നിയന്ത്രണ നടപടികളിലേക്ക് സംസ്ഥാനങ്ങൾ കടക്കുമെന്ന കണക്കുകൂട്ടലും കേന്ദ്രത്തിലെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം. അതിർത്തി നിർണയം താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നത് 2001 അവസാനിച്ചു. എന്നാൽ പാർലമെന്റിലെയും നിയമസഭകളിലെയും അംഗങ്ങളുടെ എണ്ണം കൂടാതിരിക്കേണ്ടത് അനിവാര്യമാണെന്ന് അന്നത്തെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. സീറ്റുകളുടെ എണ്ണത്തിൽ മാറ്റം വരുത്താതെ 2001 സെൻസസ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനഃക്രമീകരിക്കാൻ ഭരണഘടനാ വ്യവസ്ഥകളിൽ കേന്ദ്രം ഭേദഗതി വരുത്തിയത് അങ്ങനെയാണ്. അന്നത്തെ കേന്ദ്ര നിയമമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഈ വിഷയത്തിൽ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തു. ആ ബില്ലിന്റെ ലക്ഷ്യങ്ങളും കാരണങ്ങളും വ്യക്തമാക്കുന്ന പ്രസ്താവനയിൽ ദേശീയ ജനസംഖ്യാ നയത്തിന്റെ ഭാഗമായി അതിർത്തി നിർണയം 2026 വരെ മരവിപ്പിക്കാൻ തീരുമാനിച്ചതായി വ്യക്തമാക്കുകയായിരുന്നു. അന്നു മരവിപ്പിച്ച അതിർത്തി പുനർനിർണയം 2026 നടക്കുമെന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് തീ കൊളുത്തിയത്. 2026 സെൻസസ് പ്രകാരം മണ്ഡല പുനർനിർണയം നടന്നാൽ ജനസംഖ്യാടിസ്ഥാനത്തിൽ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള സീറ്റുകൾ പുനർനിർവചിക്കപ്പെടാം. അങ്ങനെ വരികയാണെങ്കിൽ താരതമ്യേന ജനസംഖ്യ കുറവുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലോക്സഭയിൽ പ്രാതിനിധ്യം കുറയുമെന്നതാണ് നിലവിലെ ആകുലതയുടെ പ്രധാന കാരണം. കാനഗി എൻഡൗൺമെന്റ് ഫോർ ഇന്റർനാഷണൽ പീസ് എന്ന തിങ്ക് ടാങ്കിന്റെയും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള കണക്ക് പ്രകാരം ജനസംഖ്യാടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടന്നാൽ കേരളത്തിനും തമിഴ്നാടിനും നഷ്ടമാകുന്നത് ഏതാണ്ട് 8 സീറ്റുകളാണ്. അതായത് കേരളത്തിന്റെ 20 എന്നത് 12ആയും തമിഴ്നാടിന്റെ 39 എന്നത് 31 സീറ്റായും കുറയും. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പുതിയ സീറ്റ് നില ഈ പട്ടികയിൽ നമുക്ക് കാണാം. നിലവിൽ 24% ലോക്സഭയിലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റ് പ്രാതിനിധ്യം. എന്നാൽ മണ്ഡല പുനർനിർണയം നടന്നാൽ അതേതാണ്ട് 5% കുറയും. ഇനി നമുക്ക് 2019, 2024 വർഷങ്ങളിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം ഒന്ന് നോക്കാം. BJPയെ അധികാരത്തിലെത്തിച്ച അവരുടെ വിജയത്തിന് നിർണായകമായ സീറ്റുകൾ ലഭിച്ച ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, ജാർഖണ്ഡ്, ഹരിയാന ഈ സംസ്ഥാനങ്ങൾ നോക്കുക. ജനസംഖ്യാടിസ്ഥാനത്തിൽ സീറ്റ് വിഭജനം വന്നാൽ ഈ സംസ്ഥാനങ്ങൾക്ക് ഇനിയും സീറ്റുകൾ കൂടും. ഉത്തർപ്രദേശിലെ നിലവിലെ സീറ്റ് 80-ൽ നിന്ന് 91, ബീഹാറിൽ 40-ൽ നിന്ന് 50 ഉയരും. ഫലത്തിൽ
ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് രാജ്യത്തെ സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നതിൽ ഇപ്പോഴുള്ള സ്വാധീനം പോലും ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല. ജനസംഖ്യാ നിയന്ത്രണം രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണെന്ന് ഒരിക്കൽ കേന്ദ്ര സർക്കാർ പറഞ്ഞപ്പോൾ അത് ശിരസാവഹിച്ച് അതിനായി പ്രവർത്തിച്ച് ഫലം കൊണ്ടുവന്നവരാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. അത്തരത്തിൽ ജനകീയാസൂത്രണം കൃത്യമായി നടപ്പാക്കിയതിന് കേന്ദ്രം നൽകുന്ന ശിക്ഷയാണോ ഇതെന്നാണ് മണ്ഡല പുനർനിർണയത്തിനെതിരെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം ഒന്നടങ്കം ചോദിച്ചത്. ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ജനസംഖ്യ ക്രമാതീതമായാണ് വർദ്ധിക്കുന്നത്. ചൈനയെ വെട്ടിച്ച് ലോക ജനസംഖ്യയിൽ തന്നെ ഇന്ത്യ 1-ാം സ്ഥാനത്ത് കുതിക്കുകയാണ്. അതിനിടയിൽ മണ്ഡല പുനർനിർണയത്തിന്റെ പേരിൽ ജനസംഖ്യാ നിയന്ത്രണത്തിന് ചരടുകൂടി ഒന്ന് പൊട്ടിയാലോ? ഈ ആശങ്കയും സാമൂഹിക നിരീക്ഷകരും പങ്കുവയ്ക്കുന്നുണ്ട്. ഇനി വികസനത്തിന്റെ കാര്യം നോക്കാം. ആകെ ജനസംഖ്യയിൽ 18% മാത്രമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ രാജ്യത്തിന്റെ GDP-യിലേക്ക് നൽകുന്നത് 35%. ഇത്തരത്തിൽ രാജ്യവികസനത്തിൽ മുഖ്യ പങ്കാളികളായ സംസ്ഥാനങ്ങളുടെ പ്രാമുഖ്യം ഭരണസിരാ കേന്ദ്രങ്ങളിൽ കുറയ്ക്കാൻ എങ്ങനെ സാധിക്കുമെന്ന ചോദ്യവും ഇതിനിടെ ഉയരുന്നുണ്ട്. മറ്റൊരു പ്രശ്നം ധനസഹായം സംബന്ധിച്ചാണ്. 1971 സെൻസസ് ആയിരുന്നു നേരത്തെ സംസ്ഥാനങ്ങൾക്കുള്ള ധനസഹായത്തിന്റെ അടിസ്ഥാനമായി കണക്കാക്കിയിരുന്നത്. എന്നാൽ 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന 15-ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ഫണ്ടിൽ കുറവും വന്നു. ജനസംഖ്യാ നിയന്ത്രണത്തിന് ശേഷം വന്ന കമ്മീഷനായിരുന്നു അത്. സംസ്ഥാനങ്ങൾക്കുള്ള ധനസഹായം 2011 സെൻസസിന്റെ അടിസ്ഥാനമാക്കിയതോടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് കുത്തനെ ഇടിഞ്ഞെന്ന് ചുരുക്കം. കേന്ദ്രം പറഞ്ഞത് കൃത്യമായി അനുസരിച്ചതിന്റെ ഫലമാണോ ഇതെന്ന വിമർശനവും അന്നു തൊട്ടേ ഉയരുന്നുണ്ട്. ഇതേ പ്രശ്നം തന്നെ സീറ്റുകളുടെ കാര്യത്തിലും പ്രതിഫലിപ്പിക്കുമെന്നാണ് സംസ്ഥാനങ്ങളുടെ ആശങ്ക. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പട്ടികജാതി പട്ടികവർഗ സീറ്റുകളുടെയും മറ്റു സംവരണ സീറ്റുകളുടെയും എണ്ണം കുറയുമെന്ന് മാത്രമല്ല, ദക്ഷിണേന്ത്യയിലെ പ്രാദേശിക പാർട്ടികളെ അപേക്ഷിച്ച് കേന്ദ്രത്തിൽ ഉത്തരേന്ത്യൻ പാർട്ടികൾക്ക് പ്രാതിനിധ്യം കൂടുകയും ചെയ്യും. ഇത് നിർണായക തീരുമാനങ്ങളിൽ ഉൾപ്പെടെ ദക്ഷിണേന്ത്യക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയുമുണ്ട്. മണ്ഡല പുനർനിർണയത്തെ എന്തു വിലകൊടുത്തും എതിർക്കുമെന്ന് ഉറപ്പിച്ച അതിനെതിരെ പോരാട്ടത്തിന്റെ നേതൃസ്ഥാനം ഏറ്റെടുത്ത തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തുടർച്ചയായി പറയുന്നൊരു കാര്യമുണ്ട്. മണ്ഡല പുനർനിർണയത്തിന് ഞങ്ങൾ എതിരല്ല, പക്ഷേ അത് നീതിയുക്തമായിരിക്കണം. അതായത് സ്റ്റാലിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഫെയർ ഡീലിമിറ്റേഷൻ. ഇനി എന്താണ് ഈ ഫെയർ ഡീലിമിറ്റേഷൻ? ജനസംഖ്യാടിസ്ഥാനത്തിൽ മാത്രമല്ല, സംസ്ഥാനങ്ങളുടെ വികസനവും പുരോഗതിയും പരിഗണിച്ചു വേണം മണ്ഡല പുനർനിർണയം നടത്താൻ എന്നതാണ് ഫെയർ ഡീലിമിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ സംസ്ഥാനത്തെയും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ നിർണയിച്ചാലാണല്ലോ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത്. അങ്ങനെ ചെയ്യാതെ പാർലമെന്റിലേക്ക് എത്ര സീറ്റുകളാണ് കൂടുന്നതെന്ന് കണക്കാക്കുക, എന്നിട്ട് അതിന് ആനുപാതികമായി ഓരോ സംസ്ഥാനങ്ങൾക്കും സീറ്റ് കൂട്ടുക. ഉദാഹരണത്തിന്, നിലവിൽ ലോക്സഭയിൽ സീറ്റ് നില 543 അത് 800 ഉയർത്തിയാൽ ആനുപാതികമായി തമിഴ്നാട്ടിൽ കൂടുക 18 സീറ്റാണ്. അതായത് നിലവിൽ 39 സീറ്റ് എന്നത് 57 ഉയരും. കേരളത്തിന് കൂടുന്നതാകട്ടെ 9 സീറ്റുകളും. അങ്ങനെയെങ്കിൽ ഉത്തർപ്രദേശിന് ആനുപാതികമായി കൂടുന്നത് 38 സീറ്റുകളാണ്. അതോടെ അവിടെ ആകെ സീറ്റ് 80-ൽ നിന്ന് 118 ആകും. അതേസമയം ആനുപാതിക മണ്ഡല പുനർനിർണയം അഥവാ പ്രോ റേറ്റ ഡീലിമിറ്റേഷൻ, ഇതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അതിൽ ഒരു സംസ്ഥാനത്തിനും സീറ്റ് നഷ്ടപ്പെടില്ലെന്നുമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. അമിത്ഷാ പറഞ്ഞത് വെച്ച് നോക്കിയാലും മേൽപ്പറഞ്ഞ ഫോർമുല പ്രകാരമാകും സീറ്റുകൾ വരിക. എന്നാൽ അമിത്ഷാ ഉദ്ദേശിച്ചത് നിലവിലുള്ള സീറ്റുകളുടെ ശതമാനത്തെ അടിസ്ഥാനമാക്കിയാണോ അതോ ഇനി വരാനിരിക്കുന്ന സെൻസസിന്റെ അടിസ്ഥാനത്തിലാണോ എന്നത് വ്യക്തമല്ല. മണ്ഡല പുനർനിർണയത്തിനായി നിയമിക്കുന്ന കമ്മീഷൻ എല്ലാ സംസ്ഥാന പ്രതിനിധികളുമായി സംസാരിച്ച് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ പരിഗണിച്ച് ഒരു തീരുമാനത്തിലെത്തണമെന്നാണ് സ്റ്റാലിനും സംഘവും ആവശ്യപ്പെടുന്നത്. ഭരണഘടന 2 തവണ ഭേദഗതി ചെയ്താണ് അതിർത്തി നിർണയം 2026 വരെ മരവിപ്പിച്ചതെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. സീറ്റുകളുടെ എണ്ണത്തിൽ മാറ്റം വരുത്താതെയാണ് മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനഃക്രമീകരിക്കാൻ ഭരണഘടനാ വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്തിയത്. 2001 സെൻസസ് കണക്കുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അത്. 2021 യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സെൻസസ് നടത്തേണ്ടിയിരുന്നത്. പക്ഷേ കോവിഡ് കാരണം അത് നീളുകയായിരുന്നു. അന്ന് മാറ്റിവെച്ച സെൻസസ് ആണ് ഇപ്പോൾ നടപ്പാക്കാനൊരുങ്ങുന്നത്. 25 വർഷത്തിന് ശേഷം ജനസംഖ്യാ വളർച്ച സ്ഥിരത കൈവരിക്കുമെന്ന് കരുതിയാണ് നേരത്തെ മണ്ഡല പുനർനിർണയം മരവിപ്പിച്ചത്.
എന്നാൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനസംഖ്യാ വളർച്ച തുല്യമല്ല. ഇതാണ് നിലവിലെ അവസ്ഥ. ജനസംഖ്യാ വളർച്ചയിൽ മാറ്റങ്ങൾ അറിയാൻ സെൻസസ് അനിവാര്യമാണ് താനും. ജനസംഖ്യാ കണക്കെടുപ്പിനൊപ്പം ജാതി സെൻസസും നടത്തുമെന്നും കേന്ദ്രം പറഞ്ഞത് സെൻസസ് നടത്താനുള്ള തീരുമാനത്തെ ഉറപ്പിക്കുന്നത് തന്നെയാണ്. പക്ഷേ സെൻസസ് കണക്കുകൾ പുറത്തു വന്നതിന് ശേഷം ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിക്കുകയും ആ കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിച്ച് ചർച്ചകൾ നടത്തുകയും ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. ആ കമ്മീഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രം എന്തു തീരുമാനമെടുക്കുമെന്നതാണ് ആശങ്കയ്ക്ക് കാരണം. ആ തീരുമാനത്തിലായിരിക്കും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റുകളുടെ ഭാവിയും. ഇനി നമുക്ക് രാജ്യാന്തര തലത്തിൽ എങ്ങനെ കാര്യങ്ങൾ നോക്കാം. നമ്മുടെ ലോക്സഭയ്ക്ക് സമാനമായി US ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലെ അംഗങ്ങളുടെ എണ്ണം 1910 മുതൽ 435 തുടരുകയാണ്. 1910 അത് 2,09,447 ജനങ്ങൾക്ക് ഒരു പ്രതിനിധി എന്നായിരുന്നെങ്കിൽ 2024 7,47,184 പേർക്ക് ഒരാളെന്ന നിലയിലായി. 1911 9.4 കോടിയായിരുന്ന ജനസംഖ്യ 2023 33.4 കോടിയായി ഉയർന്നപ്പോഴും സീറ്റുകളുടെ എണ്ണത്തിൽ US മാറ്റമൊന്നും വരുത്തിയില്ല. ഫ്രാൻസിലാകട്ടെ 1986 മുതൽ 577 എംപിമാരാണ്. UK പാർലമെന്റിൽ 1986 മുതൽ 650 സീറ്റുകളും 720 അംഗങ്ങളുള്ള യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിലും ജനസംഖ്യാടിസ്ഥാനത്തിലാണ് സീറ്റ് വിതരണം. ഉദാഹരണത്തിന് 60 ലക്ഷം ജനസംഖ്യയുള്ള ഡെൻമാർക്കിന് 15 സീറ്റുകളാണെങ്കിൽ 8.3 കോടി ജനസംഖ്യയുള്ള ജർമ്മനിക്ക് 96 സീറ്റുകളാണ്. മുൻപ് ചെയ്തതുപോലെ ഇനിയൊരു 25 വർഷം കൂടി മണ്ഡല പുനർനിർണയം മരവിപ്പിക്കണമെന്നാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളുടെ സംയുക്ത യോഗത്തിൽ മുന്നോട്ട് വെച്ച മറ്റൊരു പരിഹാരം. എന്നാൽ ഇനിയൊരു 25 വർഷം കൂടി കഴിഞ്ഞാലും എല്ലാ സംസ്ഥാനങ്ങളിലും ജനസംഖ്യാ വർധന സന്തുലിതമാകുമെന്ന് എന്താണ് ഉറപ്പ്? കാരണം ജനസംഖ്യാ നിയന്ത്രണത്തിന് സർക്കാർ എന്തൊക്കെ നടപടികൾ കൈക്കൊണ്ടാലും ഇന്ത്യയെ പോലെ വ്യത്യസ്തമായ ജീവിത മത പാരിസ്ഥിതിക ചുറ്റുപാടിൽ ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ അത് പൂർണ്ണമായി പ്രാവർത്തികമാക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലല്ലാതെ മണ്ഡല പുനർനിർണയം സാധ്യമാകില്ല താനും. കാരണം ആർട്ടിക്കിൾ 81 ക്ലോസ് 2A പ്രകാരം മണ്ഡല പുനർനിർണയത്തിന്റെ അടിസ്ഥാനം ജനസംഖ്യ തന്നെയാണ്. ഓരോ സംസ്ഥാനത്തെയും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ലോക്സഭയിൽ എംപിമാരുടെ എണ്ണം നിർണ്ണയിക്കണമെന്നാണ് ഈ അനുച്ഛേദത്തിൽ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ജനസംഖ്യ ഉയർന്ന സാഹചര്യത്തിൽ എംപിമാരുടെ എണ്ണം കൂട്ടുക എന്നത് മാത്രമാണ് പോംവഴി. ഇവിടെയാണ് ജനസംഖ്യാ ബോംബ് കേന്ദ്രത്തിന് വലിയ തലവേദനയാകുന്നത്. ജനസംഖ്യാ നിയന്ത്രണത്തിന് സർക്കാർ ഒരിക്കൽ ആവശ്യപ്പെട്ടപ്പോൾ അതിന്റെ അനന്തരഫലം എന്തായിരുന്നു എന്നത് വിവിധ സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ ഇന്ന് പകൽ പോലെ തെളിഞ്ഞു നിൽപ്പുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ പോലും കുട്ടികളെ ജനിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്ന കാലത്തേക്കാണ് ഇന്ന് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എംപിമാരുടെ എണ്ണം ജനസംഖ്യയ്ക്ക് ആനുപാതികമായി കൂട്ടാനാണ് കേന്ദ്രത്തിന് തീരുമാനമെങ്കിൽ ജനകീയ ആസൂത്രണം എന്ന കാര്യം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുൾപ്പെടെ മറക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ ഇന്ത്യക്ക് മുന്നിൽ വലിയ ഭീഷണിയാണ് അനിയന്ത്രിതമായി പെരുകുന്ന ഈ ജനസംഖ്യ. ആ ജനസംഖ്യാ ബോംബ് പെരുകി പെരുകി പൊട്ടിയാലുണ്ടാകുന്ന ഭവിഷ്യത്ത് ചെറുതായിരിക്കില്ല. ഈ സാഹചര്യത്തിൽ മണ്ഡല പുനർനിർണയത്തിനുമേൽ ഒരു പുനർവിചിന്തനത്തിന് കേന്ദ്രം തയ്യാറെടുത്തേ മതിയാകൂ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ മുകളിൽ മാത്രമല്ല, കേന്ദ്രത്തിനു മുകളിലും മറ്റൊരു രൂപത്തിൽ ഡെമോക്രസിന്റെ ഈ വാൾ തൂങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് വാൾമുനയിൽ നിന്ന് ആർക്കാകും കൂടുതൽ മുറിവേൽക്കുക എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ എന്ന് ചുരുക്കം.